തടി കുറക്കാൻ എന്താ മാർഗം എന്ന് ചോദിച്ചു. കുറേ കാര്യങ്ങൾ പറഞ്ഞിടത്തിന് ശേഷം മരുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഭക്ഷണം ക്രമീകരിക്കണം. നമ്മൾ രാത്രി 2 ചപ്പാത്തി, ഒരു ഇഡ്ഡലി, ഉച്ചക്ക് ഇത്ര, ഒരു കപ്പ് ചോറ്, റെഡി. അയാളെന്ന് പറഞ്ഞ് വാങ്ങിപ്പോയിട്ട് ആ ഷീറ്റ് പിടിച്ചിട്ട് പിന്നെ വാതിലിൻ്റെ അവിടെ എത്തിയിട്ട് പിന്നെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അല്ല ഡോക്ടർ സംശയമുണ്ട്, ആ 2 ചപ്പാത്തി ഇപ്പോൾ ഭക്ഷണത്തിന് ശേഷമാണോ മുന്നെയാണോ? സാധാരണ ഭക്ഷണത്തിന് ശേഷമാണോ മുമ്പാണ്? അങ്ങനെ ഒരു തമാശ പറയില്ലേ അല്ലേ? അയാൾക്ക് എന്താ മനസ്സിലായത്? യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത് എന്താ വെച്ചാൽ സമാധാനവും സന്തോഷവും ഒരു ആഘോഷം വരുമ്പോൾ മാത്രം എന്നുള്ളതല്ല, അത് ജീവിതത്തിന്റെ ഉള്ളിലാണ്. ഒന്ന് ഫിത്ർ സക്കാത്ത് എന്ത് ചെയ്യണം? കൊടുക്കണം നിർബന്ധമായിട്ട്. എന്നുവെച്ചാൽ തൊട്ടടുത്തുള്ള ആളുകൾ കൂടെ ഭക്ഷണം കിട്ടിയേ മതിയാകും. മറ്റേൽ കുറച്ചുകൂടെ എന്ത് ചെയ്തു കടന്നിട്ട് അന്ന് നമ്മൾ ഒളിയത്തിറക്കുന്നു, മാംസം തന്നെ നമ്മൾ വിതരണം ചെയ്യണം. അതിൻ്റെയൊക്കെ കണക്കുകളൊക്കെ ഒരുപാടുണ്ട്. എന്തായാലും ഇത് നോക്കിയാൽ തന്നെ അറിയാം, ഒരിക്കലും തങ്ങളുടെ ഒരു ആഘോഷത്തിന് വേണ്ടി 1 രൂപയുടെ ചെലവ് പോലും ഈ പാവത്തിനുണ്ടാവില്ല. അത് മറ്റുള്ളവർ ചേർന്നുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് പൂർത്തിയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെറിയ പെരുന്നാൾ കേരളം ഭംഗിയായി ആഘോഷിക്കുകയുണ്ടായി. പരിശുദ്ധ റമദാൻ പൂർത്തിയാക്കി ശവ്വാൽ 1 കഴിഞ്ഞ വെള്ളിയാഴ്ച പെരുന്നാൾ ആഘോഷിക്കുകയുണ്ടായി. കേരളവും വിദേശ രാജ്യങ്ങളിലൊക്കെ പെരുന്നാളുണ്ടായി. കേരളത്തിലെ പെരുന്നാൾ ആഘോഷം, ഇനി ഏത് ആഘോഷങ്ങളാണെങ്കിലും ഒരുപാട് റിപ്പോർട്ടുകൾ അതുമായി ആഘോഷങ്ങൾക്ക് ശേഷം വരാറുണ്ട്. നമ്മുടെ പെരുന്നാൾ എന്താണ് കേരളത്തിന് ബാക്കി വെച്ചിട്ടുള്ളത് അമീദ് മാഷ്? ആഘോഷങ്ങൾക്കൊരു പൊതുവായ മനഃശാസ്ത്രമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈ പ്രയാസവും പിന്നെ ദുരിതങ്ങളും ഒക്കെ ഉള്ളൊരു ജീവിതത്തിൽ 1 ദിവസമോ 2 ദിവസമെങ്കിലും ഒന്ന് ഇതൊക്കെ മറന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു സന്തോഷം അന്ന് മറക്കുക എന്നുള്ളത്, ഇതാണ് അതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള മനഃശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള നമ്മളെല്ലാം കേട്ടിട്ടുള്ള കാര്യമുണ്ട്, കാണം വിറ്റും ഓണം കൊള്ളണം എന്നുള്ളത്. അപ്പം വെച്ചാൽ അവനവൻ്റെ കടപ്പാടം വിറ്റിട്ടാണെങ്കിൽ ശരി ഓണം ആഘോഷിക്കുക. അത് ഓണത്തിൻ്റെ മാത്രമായിട്ട് പറയുന്നതല്ല, മറിച്ച് ആ രീതിയിലുള്ളൊരു ആഘോഷം. ഇതിൽ വളരെ അപകടകരമായ 2-3-4 ചിന്താഗതികളുണ്ട്. ഒന്നെന്താ വെച്ചാൽ, ഇപ്പോൾ പാനൂരിനെ പോലുള്ളവർ എഴുതിയിട്ടുണ്ട്, ഈ വയനാട്ടിലൊക്കെ ഈ സമയത്താണ് അടിമ വ്യാപാരം നടന്നിരുന്നത്. എന്നുവെച്ചാൽ ഒരാൾ സ്വയം അയാൾക്കിപ്പോൾ കുറച്ച് പൈസ വേണം, ആ പൈസ കിട്ടാൻ അയാൾ എന്താ ചെയ്യുക, അയാൾ ഈ പറഞ്ഞ മുതലാളിയെടുത്ത് പോയിട്ട് അടുത്ത 1 കൊല്ലം ഞങ്ങളുടെ അടിമ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഈ പണം വാങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു, 1 ദിവസം പിന്നെ ഓണം ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ ഉത്സവം കൊള്ളുന്നു, എന്നിട്ട് 1 കൊല്ലത്തേക്ക് അടിമയായിട്ട് മാറുകയാണ്. ഇത് ഒരു തമാശയായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാം. പക്ഷേ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആഘോഷിക്കാൻ വേണ്ടി ജീവിതം തുലക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് പിന്നെ ഈ നമ്മൾ സ്വയം ആനന്ദിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെയാണ് നമ്മുടെ ഈ സ്വയം ആനന്ദിക്കാൻ വേണ്ടി വസ്ത്രം വേണം, ഭക്ഷണം വേണം, പിന്നെ സംഗീതം വേണം, നൃത്തം വേണം, പിന്നെ യാത്ര, ലഹരി, ഇതെല്ലാം ചേർന്നുള്ളൊരു തരം പിന്നെ വല്ലാത്തൊരു രൂപമാണത്. ഇപ്പോൾ ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചോളം ഇതിൽ ചില കാര്യങ്ങൾ പരിമിതമായ രീതിയിൽ അനുവദിക്കുകയും മറ്റു ചില കാര്യങ്ങളൊക്കെ നിഷിദ്ധമാക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് ഇസ്ലാമിൻ്റെ വ്യതിരിക്തത എന്ന് പറയുന്നത്. ഒന്നാമത്തെ എന്താ വെച്ചാൽ, പിന്നെ ഇതിൽ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്, താല്പര്യങ്ങളുമുണ്ട്. ഒരാഘോഷത്തിന് ഒരു താല്പര്യമുണ്ട്, അത് അവനവൻ്റെ ഒരു പിന്നെ ആനന്ദത്തിന് വേണ്ടി മാത്രമുള്ളൊരു കാര്യമായിട്ടല്ല ഇസ്ലാം കാണുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചോളം ചില വ്യക്തിനിഷ്ഠമേ അല്ല. ഈ ആഘോഷങ്ങളെല്ലാം സാമൂഹികമാണ്. അവനവനപ്പുറം സമൂഹത്തിലെ മറ്റുള്ളവരെ, അയൽക്കാരനെ ഒക്കെ കണ്ടുകൊണ്ടും പരിഗണിച്ചുകൊണ്ടുമുള്ള ഒരു ആഘോഷത്തെ, ആനന്ദത്തെയാണ് ഇസ്ലാം മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്താലോചിച്ച് ഇപ്പോൾ പെരുന്നാൾക്കൊരാൾ ഈദ്ഗാഹിലേക്ക് വരുമ്പോൾ വരുന്നതൊരു വഴിയിലൂടെ വരണം, പോകുന്നത് വേറൊരു വഴിയിലൂടെ. അപ്പോൾ അതിലൂടെ എന്താണ് കൃത്യമായിട്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നത്? അദ്ദേഹം അത്രയും ആളുകളുടെ ജീവിതം തൊട്ടുകൊണ്ടാണ് പോകുന്നത്. തനിക്കറിയാവുന്ന വീടോ കയറി അവിടേക്ക് എന്താ നടക്കുന്നത് അയാൾക്ക് കാണാൻ പറ്റും. ഒരു ഈദ്ഗാഹിലേക്ക് വരണം എന്ന് പറയുമ്പോൾ എന്താണ്, ഈദ്ഗാഹിൽ അയാൾക്ക് ഓരോരുത്തരെയും കാണാം. ആഘോഷിക്കാൻ പറ്റാത്തവൻ ആരാണെന്ന് പുതുവസ്ത്രം അണിഞ്ഞിട്ടില്ലാത്തത്, ആരാണ് അന്നും തൻ്റെ വേദനയുടെ വസ്ത്രമണിഞ്ഞ് അവിടേക്ക് വരുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് മനുഷ്യ സമൂഹത്തിലെ ഓരോരുത്തരെയും പരിഗണിച്ചുകൊണ്ട് അവർക്കൊക്കെ കൊടുക്കേണ്ടത് കൊടുക്കാൻ പറ്റുന്നർത്ഥം. ഇവിടെ വേസ്റ്റും ധൂർത്തും ഇത് ഇസ്ലാം പൂർണ്ണമായിട്ടും തടഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പടക്കം പൊട്ടിക്കലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പല തോരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതിനൊന്നും ഇസ്ലാമിന് അനുവാദമില്ല. പകരം ഇസ്ലാമിൻ്റെ 2 ആഘോഷങ്ങളിലും കൃത്യമായിട്ടുള്ള എന്താണ്, ഒന്ന് ഫിത്ർ സക്കാത്ത് എന്ത് ചെയ്യണം,
കൊടുക്കണം നിർബന്ധമായിട്ട്. നിർബന്ധമായിട്ട്. എന്നുവെച്ചാൽ തൊട്ടടുത്തുള്ള ആളുകൾ കൂടെ ഭക്ഷണം കിട്ടിയേ മതിയാകൂ. മറ്റേതിൽ കുറച്ചുകൂടെ എന്ത് ചെയ്തു കടന്നിട്ട് അന്ന് നമ്മൾ ഒളിയത്ത് ഇറക്കുന്നു, മാംസം തന്നെ നമ്മൾ വിതരണം ചെയ്യണം. അതിൻ്റെയൊക്കെ കണക്കുകളൊക്കെ ഒരുപാടുണ്ട്. എന്തായാലും ഇത് നോക്കിയാൽ തന്നെ അറിയാം, ഒരിക്കലും തങ്ങളുടെ ഒരു ആഘോഷത്തിന് വേണ്ടി ഒരു രൂപയുടെ ചെലവ് പോലും ഈ പാവത്തിനുണ്ടാവില്ല. അത് മറ്റുള്ളവർ ചേർന്നുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് പൂർത്തിയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ സംഘടനകളൊന്നും എന്ത് ചെയ്യും, വസ്ത്രങ്ങൾ വാങ്ങിയിട്ടും മറ്റൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, പാവപ്പെട്ടവരെ സഹായിക്കും. അപ്പോൾ ഇതിലാണ് ഇസ്ലാമിനെ സംബന്ധിച്ചോളം എപ്പോഴും പിന്നെ ആനന്ദം കണ്ടെത്തുന്നത്. ഇപ്പോൾ എപ്പോഴും പരിഗണിക്കേണ്ട ആളുകളുണ്ട്. അപ്പോൾ യത്തീമിൻ്റെ കേസിൽ ഒരു യത്തീമിന് എന്ത് ചെയ്യണം, എപ്പോഴും പരിഗണിക്കേണ്ടതാണ്. എന്നാൽ അതേസമയം ഇപ്പോൾ ഈ സക്കാത്തിൻ്റെ അവകാശികളെ പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ, ആ സമയത്ത് പ്രത്യേകമായിട്ട് തന്നെ പരിഗണിച്ച് കൊടുക്കേണ്ടവരെന്താണ് എണ്ണി പറയുകയാണ് ഖുർആൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ഭരണകൂടമല്ല നടത്തുന്ന വ്യക്തിയാണ്, വലിയ വ്യക്തികളാണ്. അപ്പോൾ വ്യക്തികളുടെ ഒരു ശുദ്ധീകരണം, അതിനകത്തൂടെ കിട്ടുന്ന ഒരു ആത്മനിർവൃതി, അതിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നായിട്ടാണ് ഇസ്ലാമിൽ ഈ ആഘോഷങ്ങളെന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ ഈ മറ്റുള്ളവരെ അറിയാനുള്ള ഒരവസരമാണത്, അതറിഞ്ഞേ മതിയാകൂ എന്നുള്ളതാണ്. പിന്നെ ആലോചിക്കുമ്പോൾ ഒരടിമയ്ക്ക് പോലും ഉടമ ധരിക്കുന്നത് പോലുള്ള വസ്ത്രം എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ അവിടെ പരിഗണന ഇതാണ്. ഇനി വെച്ചാൽ നമ്മൾ ഈ ഇപ്പോൾ ഇസ്ലാമിൽ ശരിക്കും വെച്ചാൽ ഒരു പാത്രത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുക. ചില ഒരേ ഭക്ഷണം എന്ത് ചെയ്യും, വലിയ തളികയിലിരുന്നിട്ട് വന്നെടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ ഒരു ആഘോഷ സങ്കല്പത്തെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ഈ ഇസ്ലാമിൻ്റെ ആഘോഷങ്ങൾ മറ്റുള്ളവർ പഠിക്കുക കൂടെ ചെയ്യേണ്ടതുണ്ട്. അപ്പോഴേ ഇതിൻ്റെ ഒരു മഹത്വത്തെ, ഇതിൻ്റെ വലുപ്പത്തെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒപ്പം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ സംഭവിച്ച ചില കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ ഇത്തവണത്തെ ഈദ്ഗാഹ് പോലീസ് സംരക്ഷണത്തിലാണ് പല സ്ഥലത്തും നടന്നത്. കാരണം ഇത് എന്താണ്, കൂൻ കി ഹോളിയാക്കും എന്നൊക്കെ ചിലർ എന്ത് ചെയ്തു, രക്തത്തിൻ്റെ ഹോളിയാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പറയുള്ളതെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ആഘോഷങ്ങളുടെ അടിസ്ഥാനം എന്നുള്ളത് നമുക്കും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല, അവർക്കൊട്ട് മനസ്സിലാക്കാൻ അവസരവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ നിർബന്ധമായി നടക്കേണ്ടതുണ്ട്. കാരണം ഒരു അപരിചിതവൽക്കരിക്കപ്പെടുന്നൊരു മതമായി അല്ലെങ്കിൽ അപരവൽക്കരിക്കപ്പെടുന്നൊരു മതമായി മാറുന്നതിന് പകരം സുപരിചിതമാക്കണം ഇതിൻ്റെ ആശയങ്ങളെ. അതിനകത്തൂടെയാണ് ചിലരൊക്കെ എന്താണ് മനസ്സിലാക്കിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന് എന്താ വെച്ചാൽ ഇവിടെ സംഭാഷണങ്ങൾ ആരംഭിക്കണം. സാംസ്കാരിക നായകന്മാരതിന് മുൻകൈ എടുക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ആഘോഷങ്ങൾ പോലും നമുക്ക് ഒരു ഫ്രറ്റേണിറ്റി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സാഹോദര്യം ഉണ്ടാക്കാൻ സഹായിക്കും. കാരണം ഇന്ന് ആഘോഷങ്ങളാണ് ഏറ്റവും വലിയ ആയുധങ്ങൾ, ആക്രമണത്തിനുള്ള ആയുധങ്ങളായി മാറുന്നത്. അത് മാറി ഈ ആഘോഷങ്ങൾ പരസ്പരം തിരിച്ചറിയാനും അതിൻ്റെ മൂല്യങ്ങളെ മനസ്സിലാക്കാനുമുള്ള അവസരങ്ങളാക്കി മാറ്റണം. അവരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതാക്കി മാറ്റണം. അതിന് എന്തായാലും നമ്മുടെ സമൂഹത്തിൽ ബോധപൂർവമുള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ പെരുന്നാൾ എക്കണോമിയെയും ഭംഗിയായി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടെന്നുള്ള പഠനങ്ങളും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരു ആഘോഷം പിറ്റേന്ന് സാധാരണ പത്രങ്ങളിൽ വരുന്നതാണ് ഇത്രയധികം മദ്യം വിൽപ്പന നടന്നു, അല്ലെങ്കിൽ ഇന്ന ഏരിയ റെക്കോർഡ് ഇല്ല. അതങ്ങനൊന്നും നമ്മുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ടില്ല. അതിൽ എന്താണ് നമ്മൾ മറ്റുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്? രണ്ട് കാര്യം ഞാൻ പറയാം, വളരെ സമയം ചിരിക്കണമല്ലോ. ഒന്ന്, പിന്നെ നമ്മൾ മീഡിയകൾ പെരുന്നാളുള്ള സമയത്തെ അവർ വാർത്തകൾക്ക് വേണ്ടി ഈ പെരുന്നാൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് അധികം പിന്നെ ഫിഗറുകൾ കിട്ടൂല. അതിങ്ങനെ ഇവൻറ്റുകൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കാറുണ്ട് സാധാരണ. എനിക്ക് പത്രക്കാരോടും മാധ്യമ പ്രവർത്തകരോടും പറയാനുള്ളത്, ഇപ്പം നേരത്തെ നസീഫ് പറഞ്ഞ പോലെ ഇവിടെ കേരളത്തിൽ പല ആഘോഷങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ആ ആഘോഷങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം, അതോടൊപ്പം തന്നെ പിന്നെ ഇപ്പോൾ ആഘോഷത്തിൻ്റെ മറവിൽ നടക്കുന്ന പിന്നെ മോശപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും അതിരുവിട്ട കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ മദ്യം. ആ മദ്യപിക്കുക എന്നുള്ളതാണ് ആഘോഷം എന്ന രീതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ന്യൂ ഇയർ വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ന്യൂ ഇയറിന് കേരളം കുടിച്ചത് 150 കോടി. അതേപോലെ തന്നെ ഓണത്തിന് പിന്നെ കേരളം കുടിച്ചു തീർത്തത് 920 കോടി. ക്രിസ്മസിന് കേരളം കുടിച്ചു തീർത്തത് 332 കോടി എന്ന് പിറ്റേ ദിവസം വാർത്ത വരാറുണ്ട്. അങ്ങനെ ഒരു വാർത്ത പെരുന്നാളിൻ്റെ അന്ന് വരുന്നില്ല എന്നുള്ളത് നമ്മളെ മാധ്യമങ്ങൾ ഒരു പഠന വിധേയമാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നേരത്തെ പറഞ്ഞതൊക്കെ ഇപ്പോൾ
പിന്നെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരൊക്കെ നിങ്ങൾ മദ്യം കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടല്ല, ഹൈന്ദവ മേലധ്യക്ഷന്മാർ നിങ്ങൾ മദ്യം കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടല്ല. ഒരാഘോഷം എന്ന് പറയുമ്പോൾ ജനങ്ങൾ അതിനെ കാണുന്നത് മദ്യപിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് കാണുന്നത്. എന്നാൽ പെരുന്നാളുകൾ കഴിയുമ്പോൾ അങ്ങനെയല്ല. പെരുന്നാളിന് സാധാരണ നടക്കാറുള്ളത് പോലും നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് പിന്നെ വളരെ 30% എന്ത് ചെയ്യണത് ആ സമയത്തുള്ളത്. അങ്ങനെ കണക്കും പുറത്തു വിടാറില്ല. ഇനി ഉണ്ടെങ്കിൽ ആ കണക്ക് പുറത്ത് വിടുവാണെന്ന് എൻ്റെ അഭിപ്രായം, അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഒരു പഠന വിധേയമാക്കണം, ഒരു വിശകലന വിധേയമാക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം പിന്നെ ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ്റെ അന്ന് മദ്യം ലഭിക്കുകയില്ല, ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് മദ്യം ലഭിക്കുകയില്ല. ഇതൊക്കെ വാർത്തയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് പുറത്തു വിടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ അങ്ങനെ പറയേണ്ടി വരികയാണ്. എന്നാൽ പെരുന്നാളിൻ്റെ അന്ന് മദ്യം ലഭിക്കുകയില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഒരിക്കലും വരുന്നില്ലല്ലോ. അപ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ളൊരു പഠനം എന്ത് ചെയ്യേണ്ടതുണ്ട്, മാധ്യമങ്ങൾ നടത്തണം, ഒരു വിശകലനം നടത്തണം എന്നാണ് എനിക്ക് മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിലെ ആഘോഷവും ആരാധനയുടെ ഭാഗമാണെന്നുള്ളതാണ്. അത് കേവലം ആഘോഷമല്ല, അതും ആരാധനയുടെ ഭാഗമാണ്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഒരു സാധാരണ തമാശ പറയലുണ്ട്, എല്ലാവർക്കും അറിയുന്ന തമാശയാണ്. ഒരാൾ ഭയങ്കര തടിയാണ്, അയാൾ ഡോക്ടറെ അടുത്ത് വന്നു, തടി കുറക്കാൻ എന്താ മാർഗം എന്ന് ചോദിച്ചു. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം മരുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഭക്ഷണം ക്രമീകരിക്കണം. അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് ചോദിച്ചു. നമ്മൾ രാത്രി 2 ചപ്പാത്തി, രാവിലെ പിന്നെ ഒരു ഇഡ്ഡലി, പിന്നെ ഉച്ചക്ക് ഇത്ര ഒരു കപ്പ് ചോറ്, ഓ റെഡി. അയാളെന്ന് പറഞ്ഞ് വാങ്ങിപ്പോയിട്ട് ആ ഷീറ്റ് പിടിച്ചിട്ട് പിന്നെ വാതിലിൻ്റെ അവിടെ എത്തിയിട്ട് പിന്നെ വീണ്ടും ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ തുറന്നിട്ട്, അല്ല ഡോക്ടർ ഒരു സംശയമുണ്ട്, ആ 2 ചപ്പാത്തി ഇപ്പോൾ ഭക്ഷണത്തിന് ശേഷമാണോ മുന്നെയാണോ? സാധാരണ ഭക്ഷണത്തിന് ശേഷമാണോ മുമ്പാണ്, അങ്ങനെ ഒരു തമാശ പറയില്ലേ അല്ലേ? അയാൾക്ക് എന്താ മനസ്സിലായത്? യഥാർത്ഥത്തിൽ ഇസ്ലാം പറയണത് എന്താ വെച്ചാൽ സമാധാനവും സന്തോഷവും ഒരാഘോഷം വരുമ്പോൾ മാത്രം എന്നുള്ളതല്ല, അത് ജീവിതത്തിൻ്റെ ഉള്ളിലാണ്. അതായത് ഇപ്പോൾ ഒരു വർഷത്തിലുള്ള ആഘോഷമാണെങ്കിൽ ആ വർഷം മുഴുവൻ അവരുടെ മതപരമായ ജീവിതത്തിൽ മൊത്തം അയാൾ സന്തോഷത്തിലാണ്, ആവേശത്തിലാണ്, ആഘോഷത്തിലാണ്. അതിൻ്റെ കുറച്ചുകൂടി ഒരു നല്ലൊരവസ്ഥയാണ് എന്തുണ്ടാകുക, ഈ ആഘോഷത്തിൻ്റെ അന്ന് ഉണ്ടാകുക. അതായത് ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ത് പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ ഈ ആഘോഷം, ഈ സന്തോഷം, സംതൃപ്തി എന്ന് പറയുന്നത് പിന്നെ ഈ ഇതിൻ്റെ പുറത്തല്ല, മനസ്സിലായി, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ഒരു ഹദീസിൽ കാണാൻ പറ്റും, എനിക്ക് ഭൗതിക രംഗത്ത് വിഭവങ്ങളായിട്ട് സ്ത്രീകൾ, അതേപോലെ തന്നെ സുഗന്ധം, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് കൺകുളിർമ ഉണ്ടാക്കുന്നത് നമസ്കാരത്തിലാണെന്ന് പറഞ്ഞു. നിസ്കരിക്കുമ്പോഴാണ് എനിക്കെന്ത് കിട്ടുന്നത്, ഒരു സന്തോഷം. അതേപോലെ ഇപ്പോൾ പിന്നെ റമദാൻ മാസത്തിൻ്റെ സമാപനത്തിലാണ് ഈദുൽ ഫിത്തർ ഉണ്ടാകുന്നത്, പെരുന്നാളുണ്ടാണ്. ആ റമദാൻ മാസത്തിൽ ആ ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന ഒരു അവൻ ഭാരം കുറയും, ശരീരത്തിൻ്റെ ഭാരം കുറയും, മനസ്സിൻ്റെ ഭാരം കുറയും, അവൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടും. അങ്ങനെ നല്ലൊരു മനുഷ്യനായിട്ട് വളരെ ഒരു മാസത്തെ സന്തോഷമാണ് ആ പെരുന്നാളിന് അവന് എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. പക്ഷേ പല ആളുകൾ മനസ്സിലാക്കുന്നത് എന്താ, ഈ ഒരു മാസം ഞാൻ ജയിലിലായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല, പെരുന്നാളിനൊന്ന് അടിച്ച് പൊളിക്കണം. പെരുന്നാളിലൊരു 4 സിനിമ കണ്ട്, ഒരു 4 ബൈക്കിലൊക്കെ കറങ്ങി, കുറച്ച് ഇതാക്കി, അപ്പോഴാണ് ഒരു സന്തോഷം. അങ്ങനെ ആരെങ്കിലും പെരുന്നാളിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവന് പെരുന്നാൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ശരിക്ക് സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജാണ് എന്ത്, ഇസ്ലാമിൽ സന്തോഷം എന്ന് പറയുന്നത് ഈ പെരുന്നാളിൻ്റെ അന്നുണ്ടാകുന്ന ഒരു കൃത്രിമ ആഘോഷമല്ല, ജീവിതത്തിൽ, അവൻ്റെ കുടുംബജീവിതത്തിൽ, അവൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ, അവൻ്റെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആത്മനിർവൃതിയുണ്ട്, ഒരു ജീവിത വീക്ഷണമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. അതിൽ ജീവിക്കാൻ കഴിയുമ്പോൾ അവന് സമ്പത്തില്ലെങ്കിലും സൗകര്യങ്ങളില്ലെങ്കിലും, അതായത് യുദ്ധത്തിന് കിടങ്ങ് കുഴിക്കണ സമയത്ത് ഈ വിശ്വാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിഷമം പറഞ്ഞപ്പോൾ ഞങ്ങൾ കല്ല് കെട്ടി വെച്ചിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യണത്, ഞങ്ങളിത് ചെയ്യണത് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തത്, നിങ്ങൾ ഒരു കല്ലല്ലോ വെച്ചാൽ ഞാൻ 2 കല്ല് വെച്ചിട്ടാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിശന്നിട്ട് പോലും അവർ ഈ രംഗത്ത് ഒരു നിർവൃതി കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്താ, അത് ഈ മതവിശ്വാസത്തിന് കിട്ടുന്ന നിർവൃതിയാണ്. അതാണ് യഥാർത്ഥ മുസ്ലിമിൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത്. അല്ലാതെ കേവലം ഒരു ദിവസം നടക്കുന്ന ആഘോഷത്തിലല്ല. ഇപ്പോൾ ഇവിടെ പണം പിന്നെ ദൂർത്തടിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണുന്നത്. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, 970 കോടി മദ്യത്തിനാണ് ചില ആഘോഷങ്ങൾ ചെലവഴിക്കുന്നതെങ്കിൽ 380 കോടിയിലധികം രൂപ ഇവിടെ പാവങ്ങൾക്ക് വിതരണം ചെയ്യപ്പെടുകയാണ് എന്ത് ചെയ്യുന്നത്, പെരുന്നാളിൻ്റെ ദിവസം നടക്കുന്നത്. അതായത് മദ്യക്കമ്പനികളാണ് പല ആഘോഷങ്ങളിലും ലാഭം ഉണ്ടാക്കുന്നത് എങ്കിൽ ഈ സന്ദർഭത്തിൽ സാധാരണ ജനങ്ങൾക്കാണെന്ത് ഇതിൻ്റെ ബെനിഫിഷ്യറി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് മദ്യവിൽപ്പനയാണ് പലപ്പോഴും മീഡിയകളിൽ പൊലിപ്പിച്ച് പറയുന്നത് എങ്കിൽ മദ്യമില്ലാത്തൊരവസ്ഥയാണ് മീഡിയ ഈ സമയത്ത് എന്ത് ചെയ്യേണ്ടത്, പൊലിപ്പിച്ച് കാണിക്കേണ്ടത്. അപ്പോൾ മുസ്ലിം സമുദായം എന്ത് ചെയ്യണം,
ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കൈവിട്ടു പോകുന്നൊരു സാഹചര്യം പെരുന്നാളിനെ കൊണ്ടുവന്ന് എത്തിക്കാതിരിക്കാൻ പുതിയ ജനറേഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നതല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്, ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനാണ്. അതായത് പെട്ടെന്നുള്ള ഒരു സന്തോഷവും അത് പൂത്തിരി കത്തിത്തീരുന്നത് പോലെ തീരുന്നതല്ല, ജീവിതാവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത നിർവൃതിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആഘോഷം പെരുന്നാൾ എന്ന് പറയുന്നത്. ഈ മാധ്യമങ്ങൾ നേരത്തെ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഫിത്ർ സക്കാത്തിൻ്റെ എത്ര അരി പെരുന്നാളിന് ഇവിടെ വിതരണം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പോലും അറിയാൻ പറ്റും. കേരളത്തിൽ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം കോടിക്കണക്കിന് രൂപയുടെ അരി മാർക്കറ്റിൽ വന്ന് സാധാരണക്കാരുടെ വീടുകളിലെത്തിയിട്ടുണ്ട്. ഇങ്ങനെ പെരുന്നാളിനെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്പോട്ട്ലൈറ്റിൻ്റെ ഈ ഒരു എപ്പിസോഡിലൂടെ പൂർത്തിയാവുന്നു. ഇൻഷാ അല്ലാഹ്